ധനുഷ് ആമയിഴഞ്ചാൻ തോട് തിരുവനന്തപുരത്തുകാർക്ക് പരിചിതമാണെങ്കിലും മറ്റു ജില്ലക്കാർക്ക് അത്ര പരിചിതമല്ല. പക്ഷേ ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് എന്നുള്ളത് ആളുകളെല്ലാം കേൾക്കുന്ന ഒരു പേരാണ്. അവിടെ ശുചീകരണ തൊഴിലാളിയായ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. അതിനുശേഷം ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് ആളുകൾ എനിക്ക് തോന്നുന്നു ധാരാളമായിട്ട് പഠിക്കാൻ തുടങ്ങി. ആമയിഴഞ്ചാൻ തോടിന്റെ അതിനൊരു ചരിത്രമുണ്ട്. എന്താണ് ആമയിഴഞ്ചാൻ തോടിന്റെ ചരിത്രം? അതിനു മുമ്പ് ഞാൻ ജോണാട്ടനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. രാജഭരണകാലമാണോ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ കാലമാണോ സുന്ദരം? ഞാൻ ഈ രാജഭരണകാലത്ത് ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് നല്ലൊരു മറുപടിയാണ് കേട്ടോ. ഞാൻ ആ മറുപടി പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൊള്ളാം. പക്ഷേ രാജഭരണകാലത്തായിരുന്നാലും ജനാധിപത്യ കാലത്തായിരുന്നാലും ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഉള്ളെങ്കിൽ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ അവിടെയുള്ള ജനത ദുരിതം അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ ജോണാട്ടൻ സംശയമില്ലല്ലോ. രണ്ട് കാലത്തും ഇപ്പൊ രാജഭരണകാലത്ത് ഇരിക്കുന്ന രാജാവ് ഒരു മണ്ടനാണെങ്കിൽ ആ രാജാവ് പറയുന്ന ആ ഒരു ഫാസിസ്റ്റ് നടപടികൾ ജനങ്ങൾ മുഴുവൻ കേട്ട് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതിന്റെ പ്രത്യാഘാതങ്ങൾ. ജനാധിപത്യ കാലത്തും ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ ഭരണകാലത്തുള്ള ആൾക്കാരൊന്നും പോയിട്ടില്ല. ഇപ്പോഴും രാജഭരണം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം പണ്ട് രാജാവ് വരുമ്പോൾ ഈ ജാതിയിൽ കുറഞ്ഞ ആൾക്കാരൊക്കെ 10 അടി മാറി നിൽക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ രാജാവ് പോയി കഴിഞ്ഞിട്ട് മാത്രമേ സിഗ്നലുകൾ ഓൺ ആവുകയുള്ളൂ. അതുവരെ രാജഭടന്മാർ കാവൽ നിൽക്കും. അത് കഴിഞ്ഞ് സിഗ്നൽ ഓൺ ആവും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നനഞ്ഞു തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. രാജാവ് പോയിട്ട് നിങ്ങൾ പോയാൽ മതി, ഇപ്പൊ ആംബുലൻസ് ആണെങ്കിലും ശരി തന്നെ എന്നുള്ള രീതിയാണ് ഇപ്പോൾ. അത് നമ്മൾ പറഞ്ഞു വന്നത് ആമയിഴഞ്ചാൻ ചരിത്രം. രസകരമായിട്ടുള്ളൊരു കഥയാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ചരിത്രം. ഈ രാജഭരണകാലം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജഭരണകാലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും ഇവിടെ ഇന്നുള്ളൂ. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ ഇവരെന്തൊക്കെ പറഞ്ഞാലും അവരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ മാത്രമേ ഇന്നിവിടെ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഇന്നിവിടെ ഇവർ ചെയ്തിട്ടില്ല. ഡ്രെയിനേജ് സിസ്റ്റം പോലും അവരുണ്ടാക്കിയ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ മുകളിൽ കയറി നിന്ന് പൊളച്ചുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്ത സംഭവമാണെന്ന് പറയുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരമല്ല, കേരളം മുഴുവൻ ഇന്ന് ആരോഗ്യ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുവിതാംകൂർ രാജകുടുംബം ഉണ്ടാക്കിയ അവരുടെ മെഡിക്കൽ ഫീൽഡിൽ അവരുടെ സംഭാവനകൾ നിങ്ങളെടുത്ത് പരിശോധിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തിനു പറയുന്നു, പല കാര്യങ്ങളും ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പോലും അവരാണ്. അതിൽ നിന്നും ഒരു കടുകുമണി മുന്നോട്ട് പോകാൻ പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ പറയാൻ വന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ കഥയാണ്, ചരിത്രമാണ്. ഇത് വല്ലാത്തൊരു കഥയാണ്. നമ്മുടെ ബാബുചേട്ടൻ പറയും പോലെ വല്ലാത്തൊരു കഥയാണ്. ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിശാഖം തിരുനാളിന്റെ കാലത്ത് ഈ കൊച്ചാർ എന്ന് പറയുന്ന ഒരു ആറുണ്ട്. അതിൻ്റെ കരയിൽ നിന്ന് വൈക്കോൽ തുറു ഉണക്കിയത് കൊണ്ട് നാട് കടത്തപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ ചരിത്രത്തിൽ പറയുന്നുണ്ട്. വൈക്കോൽ തുറു ആ കൊച്ചാറിന്റെ കരയിൽ നിന്ന് ഉണക്കിയത് കൊണ്ട് മാത്രം അയാളെ നാട് കടത്തിയതാണ്. അതെ. അപ്പൊ പ്രകൃതിക്ക് വേണ്ടിയും ഇവരെന്തോരം ഗംഭീരമായിട്ടാണ് അതിനെ സംരക്ഷിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ആ ചരിത്രം. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 2 തോടുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ, പട്ടം തോടും ഉള്ളൂർ തോടും. ഈ 2 തോട്ടിൽ കൂടെയാണ് ജലസേചനം നടന്നുകൊണ്ടിരുന്നത്. ഈ 2 തോടും പോയി ചേരുന്നത് ആക്കുളങ്കായലിലാണ്. ഈ 2 തോടിന് പുറമെ വന്ന മൂന്നാമതൊരു തോടാണ് ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന തോട്. ഈ തോട് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അരുവിക്കര മുതൽ തിരുവനന്തപുരം വരെ വെള്ളം കൊണ്ടുവരണം, ജലസേചനത്തിനായിട്ട് വെള്ളം കൊണ്ടുവരണം. അതിനുവേണ്ടി ആ ജലസേചന പദ്ധതി 1939 തുടങ്ങി. 39 തുടങ്ങിയിട്ട് 45 അത് കമ്മീഷൻ ചെയ്തു. 45 കമ്മീഷൻ ചെയ്തപ്പോൾ അധികമായി ഒഴുകി വരുന്ന വെള്ളം നമുക്ക് ഒഴുക്കി വിടാൻ ഒരു തോട് വേണം. അധികമായിട്ട് വരുന്ന വെള്ളം ഒഴുക്കി വിടാൻ ഒരു തോട് വേണം. അത് തെളിനീരാണ്, ചവറ് വെള്ളമല്ല. തെളിനീരം ഒഴുക്കി വിടാനായിട്ട് ഒരു തോട് വേണം. അതിനായി നേരത്തെ ഉണ്ടായിരുന്ന തോടുകളുടെ കൂടെ ചേർത്ത് ഒരു തോട് കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആമയിഴഞ്ചാൻ, ഞാൻ നേരത്തെ പറഞ്ഞു പട്ടം തോടും ഉള്ളൂർ തോടും ഉണ്ടെന്ന്. ഈ ആമയിഴഞ്ചാൻ തോടിന്റെ റൂട്ട് നമ്മൾ പരിശോധിക്കണം. ആമയിഴഞ്ചാൻ തോട്, ഈ ആമയിഴഞ്ചാൻ തോട് ഒബ്സർവേറ്ററിൽ നിന്നും നേരെ നമ്മുടെ ബേക്കറി ജംഗ്ഷനിലോട്ട് വരും. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് തമ്പാനൂരോട്ട് വരും. ചേട്ടൻ റൂട്ട് ശ്രദ്ധിച്ചോണം. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് തമ്പാനൂരോട്ട് വരും. തമ്പാനൂരിൽ നിന്ന് ഇത് മനോരമ ഓഫീസിന്റെ ബാക്ക് വഴിയാണ് ഒഴുകുന്നത്. തമ്പാനൂര് നമ്മുടെ മനോരമ ഓഫീസ്, അതിന്റെ ബാക്ക് വഴി ഇത് ഒഴുകി നേരെ SMR ഓഫീസ് വഴി ഇത് സെൻട്രൽ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ടല്ലോ, ഏപ്പടം ഓട്ടിക്കുന്ന തിയേറ്ററാണ്. ഈ സെൻട്രൽ തിയേറ്ററിന്റെ മുൻവശം വഴി ഒഴുകും. വലിയൊരു തോടാണ് അത്. അതിന്റെ മുൻവശം വഴി ഒഴുകി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ സൈഡ് വഴി കയറും. സൈഡ് വഴി കയറിയിട്ട് ഇത് തകരപ്പറമ്പിലോട്ട്
മീറ്റ് ചെയ്യും. തകരപ്പറമ്പിൽ നിന്ന് ഈ തോട് നേരെ പോകുന്നത് പാറ്റൂരിലോട്ടാണ്. പാറ്റൂരിൽ നിന്നും ഇത് പട്ടം തോടുമായിട്ട് ബന്ധിപ്പിക്കും. പട്ടം തോടുമായിട്ട് ബന്ധിപ്പിച്ച് ഇത് നേരെ ആക്കുളം കായലിലേക്ക് പോയി ഒഴുകും. ആമയിഴഞ്ചാൻ തോട്. ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ഈ പേര് പോലും ഔദ്യോഗികമായിട്ടുണ്ടായിട്ടുള്ള ഒരു പേരല്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ശശിഭൂഷൺ ചരിത്രകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ശശിഭൂഷൺ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആമയിഴഞ്ചാൻ തോട് എന്ന് പറഞ്ഞൊരു തോടൊന്നും ആയിരുന്നില്ല രാജഭരണകാലത്ത് ഇതിന്റെ പേര്, ജസ്റ്റ് ഒരു തോട്. പിന്നീട് രാജഭരണം കഴിഞ്ഞ് നമ്മുടെ സുന്ദരമായിട്ടുള്ള ജനാധിപത്യ കാലം വന്നപ്പോ ആമ എവിടെയാണ് മുട്ടയിട്ട് പെരുകുന്നത്? മലിനജലത്തിലാണ്. അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ തോടിന് ആമയിഴഞ്ചാൻ തോട് എന്നൊരു പേര് വന്നത്. ഇനി ജനാധിപത്യത്തിന് മുമ്പുള്ള സുന്ദരമായിട്ടുള്ള കാലം നമുക്കെടുത്ത് പരിശോധിക്കാം. ഈ തോടിന് മലിനജലമായിരുന്നില്ലേ ഈ തോടിൽ? 1960 കുന്നുകുഴി ഭാഗത്ത് തോട്ടിൽ നിന്നും ആളുകൾ കുളിച്ചിരുന്നു എന്ന് MG ശശിഭൂഷൺ പറയുന്നു. കുളിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ഏണിപ്പടികൾ എന്ന് പറയുന്ന തകഴിയുടെ നോവലിൽ ഈ നന്തങ്കോടുള്ള ഒരു നീർച്ചാലിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ഈ നന്തങ്കോടുള്ള നീർച്ചാലിനെ കുറിച്ച് അവർ തകഴി അതിനകത്ത് എഴുതിയിരിക്കുന്ന തെളിമയുള്ള വെള്ളം എന്നാണ്. ഏണിപ്പടികൾ നോവൽ എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിൽ ഒരു അയാൾ ജോലിക്ക് കയറുന്നു, അയാൾ അടിപൊളിയായി കയറുന്ന ഒരു കഥയാണ് അതിനകത്ത് പ്രമേയം. തെളിമയുള്ള വെള്ളം എന്നാണ് ഈ നന്തങ്കോടുള്ള നീർച്ചാലിനെ കുറിച്ച് പറയുന്നത്. 1939 തകഴി ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് പഠിക്കുകയായിരുന്നു. 1948 ട്രാവൻകൂർ ലയനം നടക്കുന്നത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ ഭയപ്പെട്ടിരുന്നൊരു കാലമാണ്. ഈവൻ ദോ സ്വജനപക്ഷപാതം, ഇവർ പറയുന്ന ജാതീയത, ഇത് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നല്ല വശം കൂടെ നമ്മൾ പറയണ്ടേ. കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു. തോട്ടിന്റെ ആ സൈഡിൽ, അത് കൊച്ചാറിന്റെ സൈഡിൽ നിന്ന് കറ്റമെതിച്ചതിന് അല്ലെങ്കിൽ കൊച്ചാറിന്റെ സൈഡിൽ നിന്ന് ഇത് ചെയ്ത് എന്താ പറയാ, കറ്റ വയ്ക്കോല് ഉണക്കി അതിലേക്ക് ഒഴുക്കി എന്ന പേരിലാണ് ഒരു കുടുംബത്തെ ഇവിടെ നിന്ന് നാട് കടത്തുന്നത്. കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു. ആ നിയമങ്ങൾ ഇന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു, മാലിന്യമൊന്നും ഒഴുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് രാജഭരണം മാറി സുന്ദരമായിട്ടുള്ള ജനാധിപത്യം വന്നു. ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു രക്തസാക്ഷിയാണ് ഇന്ന് ജോയ് എന്ന് പറയുന്ന ആ വ്യക്തി. അവിടെ ഒഴുകി നടക്കുന്ന ആ വ്യക്തി. കോടികളാണ് ഈ ആമയൊഴിഞ്ചാൻ തോട് വൃത്തിയാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ജലസേചന വകുപ്പിന് 25 കോടി രൂപ കൊടുത്തു. സിൽട്ട് എന്ന് പറഞ്ഞത് സിൽട്ട് പുഷർ എന്ന് പറഞ്ഞൊരു 2.8 കോടി രൂപ മുടക്കി ഞങ്ങൾ ഇപ്പൊ ഇതാ കൊണ്ടുവരാൻ പോകുന്നു. രാജാവിന്റെ കാലത്ത് ഇതൊന്നും ഇല്ല. കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ പുഷർ എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? 2.8 കോടി രൂപ എഴുതിയെടുത്തു. 25 കോടി രൂപ ആമയിഴഞ്ചാൻ തോട് നവീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുതിയെടുത്തു. സകല കാര്യങ്ങളും ചെയ്തു. ഈ കഴിഞ്ഞ 7 മാസം, അതായത് 2023 2024 വരെ നിയമസഭയിൽ MP രാജേഷ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പറഞ്ഞിരിക്കുന്നത് 8 കോടി രൂപയാണ് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. 2 കോടിയോ മറ്റോ ചെലവഴിച്ചിട്ടുള്ളൂ. 2 കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി കോടികൾ എവിടെ പോയി? 5 കോടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നു. മനസ്സിലായില്ലേ? 5 കോടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ജോണേട്ടനോട് ആദ്യം ചോദിച്ചത്, ജനാധിപത്യമാണോ നമ്മുടെ രാജഭരണകാലമാണോ നല്ലതെന്ന്. പ്രകൃതി സംരക്ഷിക്കുന്നതിൽ വളരെ ഗംഭീരമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ രാജഭരണകാലത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത വിഷയമാണ്. ഇനിയിപ്പോ ഇവർ എന്തൊക്കെ പറഞ്ഞാലും തർക്കമില്ലാത്ത വിഷയമാണ്. തിരുവിതാംകൂറിലെ രാജാക്കന്മാരോട് നമുക്ക് ഇപ്പോഴും ആ രാജ കുടുംബത്തോട് ഇഷ്ടം എന്താന്ന് വെച്ചാല് അവർ വെറുതെ ഭരിച്ചു പോകുമായിരുന്നില്ല. അടിസ്ഥാനപരമായ വികസനം മുഴുവൻ ഉണ്ടാക്കിയത് അവരാണ്. അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത്. ഇനി അടുത്തൊരു സംഭവം നടക്കാൻ പോകുന്നത് എന്താ പറയുക, എഴുത്തരാം. നമ്മുടെ ആമയിഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തം നമ്മൾ കണ്ടു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഇവിടെ പാർവതി പുത്തനാറിലാണ്. പാർവതി പുത്തനാർ എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞാൽ പാർവതി പുത്തനാറില് അവിടെ ദീർഘവീക്ഷണം ഈ തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ കണക്ട് ചെയ്യുന്ന ജലപാതയായിരുന്നു. ഈ പാർവതി പുത്തനാറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു കവിയരങ്ങനെ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അന്നൊരു സ്ത്രീ അവർ കവിത ചൊല്ലി. പാർവതി പുത്തനാറിനെ കുറിച്ചാണ് കവിത ചൊല്ലുന്നത്. ഇവർ കവിത ചൊല്ലിയിട്ട് അവസാനം കരയുകയാണ്. ഞാനിങ്ങനെ നോക്കും, എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. കാരണം പാർവതി പുത്തനാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർ ആ കവിതയിൽ ചൊല്ലിയിട്ട് എഴുതിയിട്ട് അവർ കരയുക, ആ എഴുത്തുകാരി കരയുകയാണ്. കരഞ്ഞു പോകും ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, വലിയൊരു ദുരന്തം വരാൻ പോവുകയാണ് പാർവതി പുത്തനാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഈ രാജഭരണകാലത്ത് ഈ കർശനമായ നിയമങ്ങൾ പാലിക്കപ്പെട്ടിരുന്നു, അതിന് കർശനമായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നു. പക്ഷേ സർവ്വസ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജനാധിപത്യ കാലത്തുള്ള ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണിത്. രണ്ടാമത്തെ കാര്യം, പാർവതി പുത്തനാറിനെ കുറിച്ച് ഞാൻ പറയാനുള്ള കാര്യം, രാജഭരണകാലത്ത് ജലപാതയായിരുന്നു.
പല വ്യാപാര കരാറുകൾ നടന്നിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു കനാലായിരുന്നു അത്. ഈ പാർവതി പുത്തനാറിന്റെ ഇന്നത്തെ അവസ്ഥ, അതിന്റെ ചുറ്റും ജീവിക്കുന്നവർക്ക് ചൊറിഞ്ഞു പൊട്ടുകയാണ് ദേഹമൊക്കെ. ഈ മാലിന്യം കൊണ്ട് അതിനകത്ത് ഡംപ് ചെയ്ത് അവിടെ ആ തോടിന്റെ കരയിലുണ്ടല്ലോ ഒരു റോഡ് പോകുന്നുണ്ട്, കുട്ടികളുമായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ തോട്ടിലോട്ടെങ്ങാനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു എപ്പോഴും എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട്. വാഹനമെങ്ങാനും അതിനകത്തോട്ട് മറിഞ്ഞു കഴിഞ്ഞാലുള്ള വിഷയം എന്തായിരിക്കും? കുട്ടികൾ പോകുന്ന ഇതാണ്. പോരാത്തതിന് ഏറ്റവും വലിയ അപകടം അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല. പല തവണ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞതാണ്, ഈ പാർവതി പുത്തനാറ് ഇങ്ങനെ ഒഴുകുന്നു. ആ പാർവതി പുത്തനാറ് ഒഴുകുന്നതിന്റെ കുറുകെയാണ് വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നത് എയർപോർട്ടിൽ. പാർവതി പുത്തനാറിന്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. ആ പാർവതി പുത്തനാർ ഇങ്ങനെ കുറുകെ ഒഴുകുന്നു. ഇങ്ങനെയാണ് വിമാനം വന്ന് ലാൻഡ് ചെയ്തത്. ഇങ്ങനെ ഒഴുകുന്നെങ്കിൽ ഇങ്ങനെ വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നു. ഈ ഒഴുകുന്നതിന് ചുറ്റും ഈ പാർവതി പുത്തനാറിൽ വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് തിന്നാനായിട്ട് നിരന്തരം അവിടെ കാക്കകളും കഴുകനും വന്ന് പറക്കുന്നുണ്ട്. ഈ വിമാനം വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഈ കാക്കയും കഴുകനും ഒക്കെ അതിന്റെ ശബ്ദം കേട്ട് പറന്നു വരും, വിമാനത്തിലിടിക്കും. വിമാനത്തിന് വലിയ കരിപ്പൂരാണെന്ന് തോന്നുന്നു, നമ്മൾ കണ്ടതാണ് കോവിഡ് സമയത്ത്. വിമാനത്തിലിടിക്കും, വിമാനം അപകടം സംഭവിക്കും. വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവിടെയുള്ള അധികാരികൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതെന്ന് അറിയാമോ? വിമാനം വരുന്നതിന് മുമ്പേ ഇവർ അവിടെ നിന്നിട്ട് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കുമ്പോൾ ഇതങ്ങ് പറഞ്ഞു പോകും. അങ്ങനെയാണ് അങ്ങനെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഒരു ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും അധികം ജനങ്ങളുടെ ജീവൻ വെച്ച് നമ്മൾ പന്താടിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. ഈ കോർപ്പറേഷൻ, ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷോ അല്ലെങ്കിൽ അവിടെ ഒരു വിദ്യാർത്ഥികളുടെ ജീവനോ അവിടെ അങ്ങനെ കൊണ്ടുപോകുന്ന വാനോ എങ്ങനെ എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെ കുറ്റം പറയും? ഇപ്പൊ ഇവര് റെയിൽവേ കുറ്റം പറയുന്നു. വേറെ 250 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ കയ്യിലുള്ളത്. അത് റെയിൽവേ ആണോ നന്നാക്കേണ്ടത്? ഇനിയിപ്പം റെയിൽവേയുടെ മിനിസ്റ്റർ വന്ന് ചവറ് പറയണോ? സീരിയസ് ആയിട്ട് ചോദിക്കുക, ചവറ് പറയണം. എന്റെ മൃതദേഹം കിട്ടിയത് എവിടെ നിന്നാ? തകരപ്പറമ്പിൽ നിന്ന്. തകരപ്പറമ്പ്. അപ്പൊ ഈ വേസ്റ്റ് ഇടുന്ന ആരാ? ഇവിടെ മെഡിക്കൽ വേസ്റ്റ് ഇടുന്ന ആരാ? ആരോഗ്യമന്ത്രി കൂടെ ഇതിന് മറുപടി പറയണ്ടേ? ഈ മെഡിക്കൽ വേസ്റ്റ് എങ്ങനെ നിങ്ങൾ ഇതാക്കും എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യും, സംസ്കരിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ വലിയൊരു ചോദ്യമായിട്ട് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, പാർവതി പുത്തനാർ എന്ന് പറയുന്ന അത് വളരെ നമ്മുടെ തിരുവനന്തപുരത്തിന് മേലെ തൂങ്ങുന്ന ഒരു വാളായിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ മുഹമ്മദ് റിയാസ് വന്നപ്പോൾ ഞാൻ കേട്ട ഒരു സംഭവമാണ്. ടൂറിസം മിനിസ്റ്റർ പാർവതി പുത്തനാറിൽ കൂടെ നമ്മൾ ടൂറിസം സ്റ്റാർട്ട് ചെയ്യും, ബോട്ട് പാത തുറക്കും എന്നൊക്കെ പറഞ്ഞാണ്. ഒരിടത്തും ഒന്നും എത്തിയിട്ടില്ല. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഇനി അവിടെ ഒരു അപകടം നടന്നാൽ മാത്രമേ ഇവരെന്ത് ചെയ്യൂ? കണ്ണു തുറക്കൂ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് രാജഭരണകാലത്ത് ആമയിഴഞ്ചാൻ തോടല്ലായിരുന്നു, നല്ല തോടായിരുന്നു. ഇപ്പൊ ജനാധിപത്യത്തിന്റെ കാലത്താണ് ആമയിഴഞ്ചാൻ തോടായി മാറിയത്. ശശിഭൂഷന്റെ ചരിത്രത്തിലും പിന്നെ നമ്മുടെ തകഴിയിലെ ഏണിപ്പടികളിലും ഒക്കെ എഴുതിയിട്ടുള്ള സംഭവം തന്നെയാണ്. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരു അപകടം വരുന്നതിന് മുമ്പെങ്കിലും അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകളും നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ സ്റ്റേറ്റിലായാലും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് അധികം ധാരണയൊന്നുമില്ല. അല്ല, മുരളി തുമ്മാരെ കൂടി എഴുതിയിരുന്നു 10 കോടി ജനങ്ങളുള്ള 1 കോടി ജനങ്ങളുള്ള വലിയ ഭീമൻ നഗരങ്ങളിൽ പ്രശ്നമില്ല, വെറും 10 ലക്ഷം ജനങ്ങളുള്ള തിരുവനന്തപുരത്താണ് ഈ പ്രശ്നം. അല്ല, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാശ് വെട്ടിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കാണുന്നതുകൊണ്ടാണ്. അതെ, ഇത് പഴിചാരൽ, നീ ചെയ് ഞാൻ ചെയ്. പിന്നെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി വേണം, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.